പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട 2 മരണങ്ങൾ, ഈ 2 മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMAയുടെ ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 2 മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിന്റുകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ 2 വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരിൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല. അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്. വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും. തീർച്ചയായും കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ കൗമാരക്കാർ, നമ്മുടെ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ ബിലോ 18 ബിലോ 19 അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അതിപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 1,00,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ടും ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ വളരെയധികം പാനിക്കാവേണ്ട ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു 50,000-ന്റെ 1,00,000-ന്റെ ഇടയിൽ ഒരു മരണമാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം. എന്നാൽ അടുത്തത് ചെറിയൊരു നമ്പറല്ല. എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് കാണുമ്പോഴേ കണ്ടമാനം കുട്ടികൾ ധാരണയുണ്ട്. അത് എല്ലാം ഇങ്ങനെ മരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കൗമാരക്കാര് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് 3 തിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും. ഒരു കാരണം. രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്. അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ 2 കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ 2 കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും. അത് ഇത് ഇപ്പം ഉണ്ടാവുന്ന ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനത്തെ 50,000 മുതൽ 1,00,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണമുള്ളതായിട്ട് കാണിക്കുമോ? തീർച്ചയായും ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം. ഈ മൂന്നാമത്തേനോ മൂന്നാമത്തേനോ അല്ലേ? ആദ്യത്തേനോ ഒന്നിനും രണ്ടിനൊന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുമോ? അതെന്താണ്? അങ്ങനെയല്ല, അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും. ഇതിപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു കാര്യം. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. അത് അപ്പോൾ പാനിക്കാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ് ഇത് സംഭവിക്കുന്നതിന് മുമ്പ്? അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്? ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവൽഷൻ, അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അവസ്മാരം, ഇതൊക്കെ ചിലപ്പം കാണിക്കാം. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കും. ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി സ്കൂളിൽ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഇത് രണ്ടും ഒരു ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം. കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്ത് സംഭവിക്കാം. ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലേ? കാണിച്ചേക്കാം. ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ? വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പം ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക് എന്താണ് വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസ്സിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECGയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ECGയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് വേണം? ECG എടുക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പോൾ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECGയെക്കാട്ടിലും കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് 2 കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ അറിയാതെ പോവുകയാണ്. ഇപ്പം ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാൽ ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലേ? പ്രത്യേകിച്ച് ഒരു വിഗ്രസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്. ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ? അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടമുണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്കുണ്ടാവും. അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. സമയം ഉണ്ടാവും അതിന്? മിനിമം എത്ര സമയത്തിൽ? എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം.
അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ തീർച്ചയായിട്ടും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, കാർഡിയാക് മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ? കാരണം ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED. നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഈവൻറ്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്. അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം. അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ ഇത് അവിടെ അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എന്താണ് ഒന്നുകൂടി AED എന്ന് പറഞ്ഞാൽ? AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED. നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും. ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPR-നെ കുറിച്ചിട്ടും AED-യെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്. ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ. അതിപ്പോൾ കുട്ടികളിപ്പോൾ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരില്ലേ ഈ ഒരു? അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല. പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ, താരതമ്യ പഠനം, അതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം. വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ 2 ഹോർമോൺ അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിൻ്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ഓൾറെഡി പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPR-ഉം AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം. പിന്നെ ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിൽ ബേജാറാവാനില്ല എന്നും ഇതിൻ്റെ ഒരു ചുരുക്കം മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ശ്രോതാക്കൾക്ക്? അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ECG-യെക്കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്. പക്ഷേ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ. അതുപോലെ കറക്റ്റായിട്ട് ECG ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്തൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് കുറേയധികം അപകടം നമുക്ക്
ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗ്രസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിന് കൂടെ കടന്നു പോകണം. ECG നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ. ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു. അത് നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ തലയിറങ്ങുന്ന അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെൻറ്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. താങ്ക് യു.